ആവേശപ്പരകോടിയിലേക്ക് പോകുന്നു. നിലമ്പൂർ അല്പസമയത്തിനകം അവിടുത്തെ പരസ്യ പ്രചാരണം സമാപിക്കാൻ പോകുന്നു. എടക്കരയിൽ നിന്ന് LDF റോഡ് ഷോ, UDF റോഡ് ഷോ, BJP റോഡ് ഷോകൾ കാട്ടിക്കൊണ്ട് പവർ ഷോ ആക്കി മാറ്റുന്നു മുന്നണികൾ. അവിടെ സ്ഥാനാർത്ഥികളും കൂടെയുണ്ട്. PV അൻവർ മാത്രമാണ് ആ കളത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. PV അൻവർ ആ കളത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണമായി അൻവർ പറയുന്നത്, അല്ലെങ്കിൽ തന്നെ എല്ലാവരും ഇറങ്ങി ഗതാഗത കുരുക്കുണ്ടാക്കുമ്പോൾ ഞാൻ കൂടി ഇറങ്ങി ഗതാഗത കുരുക്ക് കൂട്ടുന്നില്ല എന്നാണ് അൻവർ പറയുന്നത്. അതുമാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ യഥാർത്ഥത്തിൽ താൻ ഉന്നയിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ രാജിവെക്കാൻ കാരണമായി പറഞ്ഞ കാര്യങ്ങൾ, ഈ തെരഞ്ഞെടുപ്പിൽ അജണ്ടയാവേണ്ടിരുന്ന കാര്യങ്ങൾ, അജണ്ടയാവുന്ന കാര്യം വേറെ ചോദ്യം, അജണ്ടയാവേണ്ടിരുന്ന കാര്യങ്ങൾ ജനങ്ങളോട് നേർക്കുനേർ പിന്നെയും പോയി സംസാരിക്കാൻ ആ സമയം കൂടി വിനിയോഗിക്കണം എന്നുള്ളതാണ് അൻവറിൻ്റെ ആഹ്വാനം. അൻവർ എന്തായാലും ഓഫീസിലുണ്ട്, വടപുറത്തെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ട്. അല്പസമയത്തിന് അൻവറുമായി നമുക്ക് സംസാരിക്കാൻ കഴിയും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീത്ത്, ഇപ്പം നമ്മൾ LDF പ്രചരണ സമയത്തൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു നാടിളക്കിയുള്ള പ്രചരണത്തിന് LDF നിന്നിട്ടില്ല. ഓരോരോ പോക്കറ്റുകളിലേക്ക് പോയിക്കൊണ്ട് സ്ഥാനാർത്ഥി പര്യടനത്തിനാണ് കൂടുതൽ പ്രാധാന്യം അവർ നൽകിയത്. ഓരോ ചെറിയ പോക്കറ്റുകളിലേക്ക് പോയിക്കൊണ്ട്, ഒരുപക്ഷെ ഞാൻ ഒരിടത്ത് പോകുമ്പോൾ റോഡില്ലാത്ത ഒരു സ്ഥലത്ത് ബൈക്കിൽ കയറി സ്വരാജ് പോയി വോട്ട് ചോദിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അത്തരത്തിലായിരുന്നു ബഹുഭൂരിപക്ഷം ദിവസങ്ങളിലും സ്ഥാനാർത്ഥിയുടെ രീതി. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ പരമാവധി പ്രവർത്തകരെ തെരുവിലിറക്കി എന്താണ് നിങ്ങളുടെ ശക്തി എന്ന് തെളിയിക്കലാണ്, അല്ലേ? ഇത് ഇപ്പോൾ ഈ റോഡ് ഷോ എത്തി നിൽക്കുന്ന പ്രദേശം PV അൻവറിന്റെ സെൻട്രൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പരിസരത്താണ് ഇടത് M സ്വരാജിന്റെ റോഡ് ഷോ എത്തി നിൽക്കുന്നത്. സ്വാഭാവികമായി ഇടത് പ്രവർത്തകരും അതുപോലെ തന്നെ PV അൻവറിന്റെ പ്രവർത്തകരും ആ പ്രദേശത്തുണ്ടായിരുന്നു. UDF ഒരു നാമമാത്രമായ പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. അവരും തമ്മിൽ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടികളൊക്കെ വീശി ഇട്ട് ചെറിയ തോതിലൊരു വാഗ്വാദം പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റി ഇങ്ങോട്ട് തിരിച്ചു കടന്നു. സംഘർഷത്തിലേക്ക് ഒന്നും കാര്യങ്ങൾ പോയിട്ടില്ല. എന്തായാലും ആ ഒരു വലിയ ആവേശം ഇതാ ഈ പ്രവർത്തകരുടെ മുഖത്തൊക്കെ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ അല്പസമയത്തിനകം തന്നെ UDF ആര്യാടൻ ഷൗക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്, സെൻട്രൽ കമ്മിറ്റി ഓഫീസിന് മുൻപിലേക്ക് എത്തിച്ചേരും. അവിടെയും ബലൂണുകളും ഒക്കെയായി UDF പ്രവർത്തകർ നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. നാഷണൽ ജനതാദൾ UDF ഭാഗമായിട്ടുള്ള അവരുടെ നേതൃത്വത്തിൽ വലിയ ബലൂണുകളൊക്കെയായി ആ മേഖലയിൽ ത്രിവർണ്ണ ബലൂണുകളൊക്കെയായി ഉണ്ട്. അവിടേക്കാണ് M സ്വരാജും അദ്ദേഹത്തിന്റെ പ്രവർത്തകരും LDF പ്രവർത്തകരും ചേർന്ന ചുവന്ന കൊടികളും ചെങ്കൊടികളും അതുപോലെ തന്നെ ചെഗുവേര ആലേഖനം ചെയ്ത ചിഹ്നങ്ങളും ഒക്കെയായി, അരിവാൾ ചുറ്റിക നക്ഷത്രമൊക്കെയായി കടന്നു വരുന്നത്. പക്ഷേ ഒരു തരത്തിലുള്ള സംഘർഷത്തിനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങൾക്കോ ഉള്ള ഒരു സാധ്യതയും അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാകരുതെന്ന് പോലീസ് കർശനമായ നിർദ്ദേശം തന്നെ ഇതിനകം കൊടുത്തിട്ടുണ്ട്. നിലമ്പൂർ നഗരം ഏതാണ്ട് നിറഞ്ഞ്, ഈ വഴി ഏതാണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഇതിലൂടെ ഈ മറ്റു തരത്തിലുള്ള വാഹനങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. അതാ ഇതുപോലെ പാട്ടുകളൊക്കെ പാടിയാണ് ആളുകൾ കടന്നു വരുന്നത്. പല മേഖലകളിൽ നിന്ന് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതൊരു തെരഞ്ഞെടുപ്പ് ആവേശമാണ്. എല്ലാ മുന്നണികളുടെയും പല മേഖലയിൽ നിന്നും പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട്. ആവേശപ്പെരുമഴ കെടുത്തി യഥാർത്ഥ പെരുമഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. മഴ ഇപ്പോൾ തൽക്കാലം മാറി നിൽക്കുകയാണ്. വലിയ മഴ പെയ്താൽ അത് ബുദ്ധിമുട്ടാവുകയും